Herzliches willkommen to Onset International Institute. ഏറ്റവും ഒന്നാമത്തെ ക്ലാസ് ആണ്. എന്താണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് നോക്കാം. ഗേറ്റ്സ് കണക്ടോറൻ ഏറ്റവുന്റെ A1ന്റെ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കിയിട്ടുണ്ടായിരുന്നത്? കുറച്ച് കണക്ടോറൻ ആയിരുന്നു. A1 ലെവലിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഒരു 4 കണക്ടേഴ്സ്. ഇത് A2ൽ നമുക്ക് പഠിക്കാനുള്ള കണക്ടേഴ്സ് ആണ്. കണക്ടേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? 2 സെന്റൻസുകളെ അല്ലെങ്കിൽ 2 കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണക്ടേഴ്സ് യൂസ് ചെയ്യുക. ഈ കാണുന്ന ഒരു 10 കണക്ടേഴ്സ് അതാണ് നമുക്ക് A2ൽ പഠിക്കാനുള്ളത്. വൈൽ, then, das, when, als, darum, trotzdem, ob, damit, umso. ഇങ്ങനെ ഒരു 10 കണക്ടേഴ്സ്. ഇനി ഓരോ കണക്ടേഴ്സ് നമുക്കൊന്ന് അടുത്ത് നോക്കിയാലോ. വൈൽ, which means because, കാരണം. അതിന്റെ സ്ട്രക്ചർ ആണ് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. Hauptsatz plus comma plus while plus subject plus blah 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 plus verb. രണ്ട് രീതിയിൽ വൈൽ വെച്ചിട്ട്, വൈൽ കണക്ടർ വെച്ചിട്ട് നമുക്ക് സെന്റൻസുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ സ്ട്രക്ചർ ആണ് നമ്മളിപ്പോൾ കണ്ടത്. രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കാം. വൈൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബ്ലാ 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 പ്ലസ് വെർബ് പ്ലസ് കോമ പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബ്ലാ ബ്ലാ ബ്ലാ. ഹൗപ്സാറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയ നോർമൽ സെന്റൻസുകൾ ഉണ്ടല്ലോ, അതായത് വെർബ് സെക്കൻഡ് പൊസിഷനിൽ വരുന്ന സെന്റൻസുകൾ, ഈ സെന്റൻസുകൾക്കാണ്, നോർമൽ സെന്റൻസുകൾക്കാണ് ഹൗപ്സാറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മളിവിടെ ഒരു ഹൗപ്സാറ്റ്സ് എഴുതും, എന്തെങ്കിലും ഒരു നോർമൽ സെന്റൻസ് ആയിരിക്കും എഴുതുക. അതിന്റെ റീസൺ രണ്ടാമത്തെ സെന്റൻസിലായിരിക്കും നമ്മൾ പറയുക. കാരണം ഇതാണ്, ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല, അതാണ് അവിടുത്തെ ഹൗപ്സാറ്റ്സ്. കാരണം എനിക്ക് പനിയായിരുന്നു. അത് പക്ഷെ എഴുതുമ്പോൾ കോമ ഇട്ടു. കോമ വളരെ കമ്പൽസറി ആണ്. വൈൽ എഴുതി, സബ്ജക്റ്റ് എഴുതി, ആ സെന്റൻസിലെ വെർബ് ആ മെന്റയിലേക്ക് പോകണം, ആ സെന്റൻസിന്റെ ആ മെന്റയിലേക്ക് പോകണം. രണ്ടാമത്തെ സ്ട്രക്ചറോ വൈൽ വെച്ചിട്ടായിരിക്കും സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരും, ആ സെന്റൻസിലെ വെർബ് ആ മെന്റയിലേക്ക് പോകും, കോമ ഇടുക കമ്പൽസറി ആണ്. അതിനുശേഷം വെർബ്, അടുത്ത സെന്റൻസ് വെർബ് വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, വീണ്ടും സബ്ജക്റ്റ്, ബാക്കി കാര്യങ്ങൾ. ബൈസ്പിൽ നോക്കാം. Ich spiele Fußball while as mein Hobby ist. I play football because it is my hobby. I play football because it is my hobby. I spiele Fußball while as mein hobby ist. ഞാൻ ഫുട്ബോൾ കളിക്കുന്നു കാരണം അതെന്റെ ഹോബിയാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു കോമ ഇട്ടിട്ടുണ്ട്. ആ കോമ കമ്പൽസറി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈൽ യൂസ് ചെയ്തു, അത് കഴിയുമ്പോൾ സബ്ജക്റ്റ് വന്നു, ആ സെന്റൻസിലെ വെർബ് ആ മെന്റയിലേക്ക് പോയി. Ich lerne Deutsch while ich in Deutschland arbeiten möchte. ഞാൻ ജർമ്മൻ പഠിക്കുന്നു കാരണം എനിക്ക് ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ താല്പര്യമുണ്ട്. Ich lerne Deutsch, അതാണ് അവിടുത്തെ ഹൗപ്സാറ്റ്സ്. കോമ ഇട്ടു, വൈൽ എഴുതി, സബ്ജക്റ്റ് വന്നു, ആ സെന്റൻസിലെ വെർബ് ആ മെന്റയിലേക്ക് പോയി. ഇനി വൈൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസിന്റെ എക്സാമ്പിൾ നോക്കാം. Weil ich die Prüfung bestanden habe, bin ich glücklich. ഞാൻ ലക്കിയാണ് കാരണം ഞാൻ എക്സാം പാസ്സായി. ഇവിടെ വൈൽ വെച്ചാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുക, ആ സെന്റൻസിലെ വെർബ് ആ സെന്റൻസിന്റെ ആ മെന്റയിലേക്ക് പോയി. അത് കഴിയുമ്പോൾ നമ്മളൊരു കോമ ഇട്ടു, കോമ കമ്പൽസറി ആണ്. അടുത്ത സെന്റൻസ് വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വൈലിന്റെ കേസിൽ അത്രേ ഉള്ളൂ. ഈ രണ്ട് സ്ട്രക്ചറിലും സെന്റൻസുകൾ ബിൽഡ് ചെയ്യാനായിട്ട് പഠിക്കണം, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത കണക്ടർ ദെൻ. ദെന്റെ മീനിങ് ബിക്കോസ് എന്നാണ്. ഏവരിൽ നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ചതാണ്. ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഒരു ഹൗപ്സാറ്റ്സ് എഴുതണം. വൈലിൽ കണ്ട ഹൗപ്സാറ്റ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഹൗപ്സാറ്റ്സ് എഴുതുക. കോമ, ദെൻ, സബ്ജക്റ്റ്, വെർബ്, ബ്ലാ ബ്ലാ ബ്ലാ. ഇവിടെ വെർബിന്റെ പൊസിഷനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു മാറ്റവും വരത്തില്ല കണക്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. ഫസ്റ്റ് ഹൗപ്സാറ്റ്സ് അതുപോലെ തന്നെ എഴുതുക, അത് കഴിയുമ്പോൾ കോമ ഇടുക, കോമ കമ്പൽസറി ആണ്. അത് കഴിഞ്ഞിട്ട് ദെൻ കണക്ടർ യൂസ് ചെയ്യുക. പിന്നെ സബ്ജക്റ്റ്, വെർബ്, നോർമൽ ഒരു സെന്റൻസ് എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ അങ്ങ് എഴുതി വെച്ചേക്കുക. ബൈസ്പിൽ നോക്കാം. Ich esse Pizza, then es ist mein Lieblingsessen. ഞാൻ പിസ്സ കഴിക്കുന്നു കാരണം അതെന്റെ ഫേവറേറ്റ് ഫുഡാണ്. Ich esse Pizza, അതാണ് അവിടുത്തെ ഹൗപ്സാറ്റ്സ്. ദെൻ ഉപയോഗിച്ചു, es ist mein Lieblingsessen. വീണ്ടും ഒരു ഹൗപ്സാറ്റ്സ് തന്നെ വന്നു. Ich lerne Deutsch, then ich möchte in Deutschland arbeiten. ഞാൻ ജർമ്മൻ പഠിക്കുന്നു കാരണം എനിക്ക് ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. Wir sind nach Zugspitze gegangen, denn es war unser Traum. ഞങ്ങൾ സൂക്സ്പിറ്റ്സയിലേക്ക് പോയി കാരണം അത് ഞങ്ങളുടെ ഡ്രീം ആയിരുന്നു. സൂക്സ്പിറ്റ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി, സൗത്ത് ജർമ്മനിയിൽ കാണുന്ന ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു മലനിരകളാണ് ഈ സൂക്സ്പിറ്റ്സ എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ സൂക്സ്പിറ്റ്സയിലേക്ക് പോയി കാരണം അത് ഞങ്ങളുടെ ഡ്രീം ആയിരുന്നു. ട്രൗം മീൻസ് ഡ്രീം. അപ്പൊ ദെന്റെ കേസിൽ എങ്ങനെയാണ്? ഫസ്റ്റ് ഒരു ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, ദെൻ കണക്ടർ ആഡ് ചെയ്തു,
വീണ്ടും ഒരു ഹൗപ്സാറ്റ്സ് നോർമൽ സെന്റൻസ് എങ്ങനെയാണോ വരിക അതുപോലെ തന്നെ എഴുതി. അടുത്താണ് ദാസ് കണക്ടർ. ദാസ് കണക്ടറിന്റെ മീനിങ് ദാറ്റ് എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി സെഡ് ദാറ്റ് ഹി വുഡ് ലൈക്ക് ടു ഗോ ടു ചെന്നൈ. ഹി സെഡ് ദാറ്റ്, ആ ദാറ്റ് ആണ് ഇവിടെ കാണുന്ന ദാസ്. ദാറ്റ് ഈസ് എ ബോൾ എന്ന് പറയുന്ന ആ ദാറ്റ് അല്ല ഇത്. ഹി സെഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ചെന്നൈ, ആ ദാറ്റ് ആണ് ഈ കണക്ടർ. ഇവിടെ ഒരു ഹൗപ്സാറ്റ്സ് എഴുതുക, കോമ ഇടുക, ദാസ് കണക്ടർ യൂസ് ചെയ്തു, സബ്ജക്റ്റ് ആഡ് ചെയ്തു, ആമെന്റേൽ വെർബ്. ആമെന്റേൽ വെർബ് വൈലിൽ കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെ. പക്ഷെ ദാസ് വെച്ചിട്ട് നമുക്ക് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എക്സാമ്പിൾ നോക്കാം. Ich habe gesagt, dass Fahrradfahren mein Hobby ist. ഞാൻ പറഞ്ഞു എൻ്റെ ഹോബി സൈക്ലിംഗ് ആണ് എന്ന്. Ich habe gesagt, ഞാൻ പറഞ്ഞു, that Fahrradfahren mein Hobby ist. സൈക്ലിംഗ് എൻ്റെ ഹോബിയാണെന്ന്. I said that cycling is my hobby. Anna sagt, dass sie aus Frankreich kommt. അന്ന പറയുന്നു അവൾ ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. Anna says that she is coming from France. Du glaubst, dass Deutsch einfach ist. You believe that German is easy. നീ വിശ്വസിക്കുന്നു ജർമ്മൻ ഈസി ആണ്. അപ്പൊ ഇവിടേക്ക് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ഒരു ഹൗപ്സാറ്റ്സ് ആഡ് ചെയ്തു, കോമ ഇട്ടു, ദാസ് കണക്ടർ ആഡ് ചെയ്തു, ആ സെന്റൻസിലെ വേർബ് ആമെന്റേലേക്കായി. അടുത്ത കണക്ടറാണ് വെൻ. വെൻ കണക്ടറിന് രണ്ട് മീനിങ് ഉണ്ട്, ഇഫ് അല്ലെങ്കിൽ വെൻ. എങ്ങനെയാണ് ബിൽഡ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ വൈൽ കണക്ടർ രണ്ട് രീതിയിൽ സെന്റൻസ് ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ആ സെയിം രീതി തന്നെയാണ് വെൻ കണക്ടർ വെച്ചിട്ടും സെന്റൻസുകൾ ബിൽഡ് ചെയ്യാൻ പറ്റുക. ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, വെൻ കണക്ടർ യൂസ് ചെയ്തു, ആ സെന്റൻസിലെ വേർബ് ആമെന്റേലേക്ക് ഇട്ടു. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വെൻ വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. വെൻ പ്ലസ് സബ്ജക്റ്റ്, ആ സെന്റൻസിലെ വേർബ് ആമെന്റേ, കോമ, അടുത്ത സെന്റൻസ് വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, വേർബിനോട് ചേർന്ന് സബ്ജക്റ്റ്, ബാക്കി കാര്യങ്ങളുണ്ടാവും. beispiel നോക്കാം. Sie sollen nach Kochi gehen, wenn sie Zeit haben. താങ്കൾക്ക് സമയമുള്ളപ്പോൾ താങ്കൾ കൊച്ചിയിലേക്ക് പോകണം. You should go to Kochi if you have time. അല്ലെങ്കിൽ you should go to Kochi when you have time. ഇവിടെ ശ്രദ്ധിക്കാം, നമ്മളിവിടെ ഒരു ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, വെൻ കണക്ടർ യൂസ് ചെയ്തു, സബ്ജക്റ്റ് അതിനോട് ചേർന്ന് വന്നു, ആ സെന്റൻസിലെ വേർബ് ആമെന്റേലേക്ക് പോയി. Wenn ich Freizeit habe, spiele ich Fußball. എനിക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കും. If I have free time, I play football. വെൻ കണക്ടർ വെച്ചിട്ടാണ് ഇവിടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ സെന്റൻസിലെ വേർബ് ആമെന്റേലേക്ക് പോയി, കോമ ഇട്ടു, അടുത്ത സെന്റൻസ് വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. Ich spiele Fußball എന്നെഴുതുന്ന സെന്റൻസ് നമ്മൾ spiele ich Fußball എന്ന് എഴുതി. Wir fahren nach Dortmund, wenn es möglich ist. We travel to Dortmund if it is possible. ഇവിടെ ഒരു ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, വെൻ കണക്ടർ യൂസ് ചെയ്തു, അതിനോട് ചേർന്ന സബ്ജക്റ്റ് വന്നു, ആ സെന്റൻസിലെ വേർബ് ആമെന്റേലേക്ക് പോയി. Wenn Sie möchten, können Sie zur Schule gehen. If you like, you could go to the school. താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ താങ്കൾക്ക് സ്കൂളിലേക്ക് പോകാം. ഇവിടെ വെൻ വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ സെന്റൻസിലെ വേർബ് ആമെന്റേലേക്ക് പോയി, കോമ യൂസ് ചെയ്തു, അടുത്ത സെന്റൻസ് വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, അതിനോട് ചേർന്ന് സബ്ജക്റ്റ്, ബാക്കി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് വെൻ കണക്ടർ. ഇഫ്, വെൻ, ഈ രണ്ട് വേർഡ്സ് വെച്ചിട്ട് സെന്റൻസുകൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ വെൻ കണക്ടർ എന്തായാലും യൂസ് ചെയ്തേ പറ്റും. ആൾസ്. ആൾസ് കണക്ടർ രണ്ട് മീനിങ് ഉണ്ട്, ആസ് അല്ലെങ്കിൽ വെൻ. നമ്മുടെ വെൻ കണക്ടർ വെച്ചിട്ട് ഏത് സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പറയാനായിട്ട് പറ്റും. അതായത് കഴിഞ്ഞുപോയ കാര്യമായിക്കോട്ടെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിക്കോട്ടെ, നടക്കാൻ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്തിനെ കുറിച്ച് വേണമെങ്കിലും വെൻ കണക്ടർ വെച്ചിട്ട് ഈ വെൻ എന്നുള്ള മീനിങ്ങിൽ പറയാൻ പറ്റും. വെന്നിന്റെയും ആൾസിന്റെയും മീനിങ് വെൻ ആണ്, ശ്രദ്ധിച്ചില്ലേ? എന്നാൽ ഈ ആൾസ് വെച്ചിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് പറ്റത്തുള്ളൂ. അത് എനിക്ക് 10 വയസ്സായിരുന്നപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഇതുപോലുള്ള സെന്റൻസുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾസ് കണക്ടർ നമ്മൾ യൂസ് ചെയ്യാം. ആസ് ഐ വാസ് എ കിഡ്, I had a cycle. ഓക്കെ, രണ്ട് രീതിയിലാണ് ഇവിടെയും സെന്റൻസുകൾ ബിൽഡ് ചെയ്യാൻ പറ്റുക. ഹൗപ്സാറ്റ്സ് പ്ലസ് കോമ പ്ലസ് ആൾസ്, സബ്ജക്റ്റ്, വെർബ്, ആം, എൻഡ്. അടുത്ത സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആൾസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൾസ്, സബ്ജക്റ്റ്, ആ സെന്റൻസിലെ വേർബ് ആം, എൻഡിലേക്ക് പോകും, കോമ ഇടുക,
അടുത്ത സെന്റൻസ് വേർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ രണ്ട് കേസിലും ഞാൻ പാസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ രണ്ട് സെന്റൻസുകൾ ഇപ്പോൾ ഹൗപ്സാറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം കണക്ട് വരുന്ന സെന്റൻസ് ആയിക്കോട്ടെ, രണ്ട് സെന്റൻസിലും പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പാസ്റ്റ് ടെൻസ് ആയിരിക്കണം ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് പെർഫെക്റ്റോ പ്രെറ്റേറിറ്റോ ആകാം, പക്ഷെ രണ്ടും പാസ്റ്റ് ആയിരിക്കണം. ബൈസ്പിൽ നോക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ആൾസ് ഇഷ് ein Kind war, konnte ich Fahrrad fahren. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റുമായിരുന്നു. Als ich ein Kind war, as I was a kid, konnte ich Fahrrad fahren. I could cycle. ഓക്കെ, ഇവിടെ സെന്റൻസ് ആൾസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ സെന്റൻസിന്റെ എൻ്റെ ഒരു വെർബ് കാണാൻ പറ്റും. ആ വെർബ് പ്രെറ്റേറിറ്റും വെർബാണ്. ദാറ്റ് മീൻസ് അത് കഴിഞ്ഞു പോയ കാര്യത്തെ ഡിനോട്ട് ചെയ്യുന്ന ഒരു വെർബാണ്. കോമ ഇട്ടു, അടുത്ത സെന്റൻസ് വീണ്ടും പ്രെറ്റേറിറ്റും ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. Ich hatte einen Computer, als ich 10 Jahre alt war. എനിക്ക് 10 വയസ്സായിരുന്നപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. രണ്ടും, അതും 10 വയസ്സായിരുന്നപ്പോൾ എന്നുള്ളതും കഴിഞ്ഞുപോയ കാര്യമാണ്. എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും കഴിഞ്ഞുപോയ കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് സെന്റൻസിലും കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു ഹൗപ്സാറ്റ്സ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അത് കഴിയുമ്പോൾ കോമ യൂസ് ചെയ്തു, ആൾസ് കണക്ട് യൂസ് ചെയ്തു, ആ സെന്റൻസിലെ വേർബ് ആ മെന്റയിലേക്ക് പോയി. Ich habe Mathe gelernt, als ich in Deutschland war. ഞാൻ ജർമ്മനിയിലായിരുന്നപ്പോൾ ഞാൻ മാത്സ് പഠിച്ചു. ഇവിടെ വീണ്ടും ഒരു ഹൗപ്സാറ്റ്സ് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കോമ ഇട്ടിട്ടുണ്ട്, ആൾസ് കണക്ട് യൂസ് ചെയ്തു, ആൾസിനോട് ചേർന്ന സബ്ജക്റ്റ് ഉണ്ട്, ആ സെന്റൻസിലെ വേർബ് ആ മെന്റയിലേക്ക് പോയി. Als 15 Jahre alt war, hatte einen Unfall. അവന് 15 വയസ്സായിരുന്നപ്പോൾ അവനൊരു ആക്സിഡന്റ് ഉണ്ടായി. അവന് 15 വയസ്സായിരുന്നപ്പോൾ എന്ന് പറയുന്നതും കഴിഞ്ഞുപോയ കാര്യമാണ്. അവനൊരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറയുന്നതും കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പോൾ സെന്റൻസിന്റെ രണ്ട് സൈഡിലുള്ള കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഡിനോട്ട് ചെയ്യുന്ന ടെൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകുക. ആൾസ് കണക്ട് വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സെന്റൻസിലെ വേർബ് ആ മെന്റയിലേക്ക് പോകും. കോമ ഇടുക, അടുത്ത സെന്റൻസ് വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഈ കണക്ടറുകളുടെ എല്ലാം പ്രത്യേകത, ഇവിടെ എല്ലാം ഞാനൊരു കോമ ഇടാൻ പറഞ്ഞിടത്തുനിന്ന് കോമ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടാവണം. എങ്കിലാണ് ആ കണക്ടറിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അടുത്ത കണക്റ്റാണ് ദാറും അല്ലെങ്കിൽ ദസ്ഹാൽബ് അല്ലെങ്കിൽ ദസ്വേഗൻ. മൂന്നിന്റെ മീനിങ് സെയിം ആണ്. ദാറ്റ്സ് വൈ, അതുകൊണ്ട്. എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് സ്കൂളിൽ പോയില്ല. അതുപോലുള്ള സെന്റൻസുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദാറും അല്ലെങ്കിൽ ദസ്ഹാൽബ് അല്ലെങ്കിൽ ദസ്വേഗൻ കണക്ടർ നമ്മൾ യൂസ് ചെയ്യാം. അതിന്റെ സ്ട്രക്ചർ നോക്കാം. ഹൗപ്സാറ്റ്സ് എഴുതുക, കോമ ഇടുക, ദാറും ദസ്ഹാൽബ് ദസ്വേഗൻ, ഇതിൽ ഏതെങ്കിലും ഒരു കണക്ടർ യൂസ് ചെയ്യുക, വേർബ് സബ്ജക്റ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, വേർബ് ആ മെന്റയിലേക്ക് പോകുന്നില്ല. ദാറുമിനോട് ചേർന്നാണ് വെർബ് കിടക്കുക, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. എക്സാമ്പിൾ നോക്കാം. Ich will nach Deutschland gehen, darum habe ich Deutsch gelernt. എനിക്ക് ജർമ്മനിയിലേക്ക് പോകണം, അതുകൊണ്ട് ഞാൻ ജർമ്മൻ പഠിച്ചു. Ich will nach Deutschland gehen, I want to go to Germany, darum habe ich Deutsch gelernt. That's why I learned German. ഓക്കെ, ഇവിടെ നമ്മളൊരു ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, ദാറും കണക്ടർ യൂസ് ചെയ്തു. ദാറും കണക്ടറിനോട് ചേർന്ന് വെർബാണ് കിടക്കുന്നത്. വെർബിന് ശേഷമാണ് സബ്ജക്റ്റും ബാക്കി കാര്യങ്ങളും വരുന്നത്. arbeitet in Idukki, darum wohnt in Idukki. അവൻ ഇടുക്കിയിലാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് അവൻ ഇടുക്കിയിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ താമസിക്കുന്നു. Unser Traumland ist Deutschland, deshalb lernen wir Deutsch. നമ്മുടെ ഡ്രീം കൺട്രി എന്ന് പറയുന്നത് ജർമ്മനിയാണ്, അതുകൊണ്ട് നമ്മൾ ജർമ്മൻ പഠിക്കുന്നു. അവർ ഡ്രീം കൺട്രി ഈസ് ജർമ്മനി, ദാറ്റ്സ് വൈ വി ലേൺ ജർമ്മൻ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക, നമ്മളൊരു ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, കണക്ടർ യൂസ് ചെയ്തു, കണക്ടറിനോട് ചേർന്ന് വെർബ് വന്നു, സബ്ജക്റ്റ് വന്നു, ബാക്കി കാര്യങ്ങൾ. Ich wohne allein, deswegen bin ich traurig. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് സാഡാണ്. I live alone, that's why I am sad. ഇവിടെ നോക്കാം, ഇവിടെ ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, deswegen കണക്ടർ യൂസ് ചെയ്തു, കണക്ടറിനോട് ചേർന്ന് വെർബ് സബ്ജക്റ്റ് ബാക്കി കാര്യങ്ങൾ വന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്ടർ ആണ് കേട്ടോ അതാവും. ട്രോട്സ്റ്റൈം. ട്രോട്സ്റ്റൈം എന്ന് പറഞ്ഞാൽ ട്രോട്സ്റ്റൈമിന്റെ സ്ട്രക്ചർ നോക്കാം. ഡിസ്പൈറ്റ് എന്നാണ് മീനിങ്. എന്നിരുന്നാലും, എങ്കിലും എന്നൊക്കെയാണ് എൻ്റെ മീനിങ്. ഹൗപ്സാറ്റ്സ് പ്ലസ് കോമ പ്ലസ് ട്രോട്സ്റ്റൈം, വെർബ് സബ്ജക്റ്റ് ബാക്കി കാര്യങ്ങൾ. നമ്മൾ ദാറും വെച്ചിട്ട് എങ്ങനെയാണോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തത്, അതേ സെയിം രീതിയിലാണ് ട്രോട്സ്റ്റൈം വെച്ചിട്ടും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഒരു ഹൗപ്സാറ്റ്സ് എഴുതി, പിന്നെ ഒരു കോമ ഇട്ടു, പിന്നെ ട്രോട്സ്റ്റൈം കണക്ടർ നമ്മൾ യൂസ് ചെയ്തു, ട്രോട്സ്റ്റൈം കണക്ടറിനോട് ചേർന്ന് വെർബ് വന്നു, വെർബിന് ശേഷം സബ്ജക്റ്റ് ബാക്കി കാര്യങ്ങൾ വന്നു.
ഇനി രണ്ടാമത് വേറെ രീതിയിലും ടോട്ട്സ് ടൈം വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹൗപ്സാറ്റ്സ് എഴുതുക, കോമയ്ക്ക് പകരം അവിടെ കുത്താണ് ഇടേണ്ടത്. അടുത്ത സെന്റൻസ് ടോട്ട്സ് ടൈം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ ടോട്ട്സ് ടൈമിന്റെ ടി ക്യാപിറ്റൽ ആയിരിക്കണം. അത് കഴിയുമ്പോൾ വെർബ്, സബ്ജക്റ്റ്, ബാക്കി കാര്യങ്ങൾ. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇതിൽ ആദ്യത്തെ രീതി തന്നെ നിങ്ങൾ കൂടുതൽ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. Ich will nach Deutschland gehen, trotzdem gehe ich nicht. എനിക്ക് ജർമ്മനിയിലേക്ക് പോകണം, എങ്കിലും ഞാൻ പോകുന്നില്ല. I want to go to Germany, despite I'm not going. ഓക്കെ, എനിക്ക് ജർമ്മനിയിലേക്ക് പോകണം, എന്നിരുന്നാലും ഞാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, ടോട്ട്സ് ടൈം കണക്ടർ യൂസ് ചെയ്തു, കണക്ടറിനോട് ചേർന്ന് വെർബ് വന്നു, സബ്ജക്റ്റ് വന്നു, ബാക്കി കാര്യങ്ങൾ വന്നു. Er arbeitet in Idukki, trotzdem wohnt er in Kochi. അവൻ ഇടുക്കിയിലാണ് വർക്ക് ചെയ്യുന്നത്, എന്നിരുന്നാലും അവൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. Wir haben gut vorbereitet, trotzdem haben wir die Prüfung nicht bestanden. നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു, പക്ഷെ എന്നിരുന്നാലും നമുക്ക് എക്സാം പാസ്സാവാൻ പറ്റിയില്ല. Wir haben gut vorbereitet, അതാണ് അവിടുത്തെ ഹൗപ്സാറ്റ്സ്. അതിപ്പോ കുത്തിട്ടു, അടുത്ത സെന്റൻസ് ടോട്ട്സ് ടൈം വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ടോട്ട്സ് ടൈമിന്റെ ടി ക്യാപിറ്റൽ ആണ്. ടോട്ട്സ് ടൈം haben wir die Prüfung nicht bestanden. ടോട്ട്സ് ടൈമിനോട് ചേർന്ന് വേണം വെർബ് വരാൻ, അതിനുശേഷമായിരിക്കും സബ്ജക്റ്റ് വരുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ ടോട്ട്സ് ടൈം എന്ന് പറയാം. എന്നിരുന്നാലും, എങ്കിലും എന്നുള്ള മീനിങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ടോട്ട്സ് ടൈം എന്ന് പറയുന്ന കണക്ടർ നമ്മൾ യൂസ് ചെയ്യാം. അടുത്ത കണക്ടർ നോക്കാം, ഓബ്. ഓബിന്റെ മീനിങ് ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊക്കെയാണ്. എന്ന് എന്നൊക്കെയാണ് മലയാള ട്രാൻസ്ലേഷൻ വരിക, എന്ന്. ഓക്കെ, നിനക്ക് എത്ര വയസ്സുണ്ട് എന്ന് അവൻ ചോദിച്ചു. ബൈസ്പി നോക്കാം, സ്ട്രക്ചർ നോക്കാം. ഹൗപ്സാറ്റ്സ് പ്ലസ് കോമ പ്ലസ് ഓബ്, സബ്ജക്റ്റ്, ആമന്റേല്, വെർബ്. സബ്ജക്റ്റിനോട് ചേർന്ന് വരത്തില്ല കേട്ടോ. ഇവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്, കുറച്ച് ഇതിന്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ വരും. അത് ഇതിന്റെ ആമന്റേലാണ് വെർബ് വരിക. സ്ട്രക്ചറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യുക. Ich habe gefragt, ob du einen Laptop hast. ഞാൻ ചോദിച്ചു നിന്റെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ടോ എന്ന്. ആ എന്നാണ് ഈ പറയുന്ന ഓബ്. I have asked if you have a laptop. അവിടെ നോക്കുക, ഇവിടെ നമ്മളൊരു ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, ഓബ് കണക്ടർ യൂസ് ചെയ്തു, സബ്ജക്റ്റ് എഴുതി, ആ മെന്റേല് വെർബ്. Meine Mutter fragt, ob sie Auto fahren. എന്റെ അമ്മ ചോദിച്ചു താങ്കൾ കാർ ഓടിക്കുമോ എന്ന്. Meine Mutter fragt, അതാണ് നമ്മുടെ ഹൗപ്സാറ്റ്സ്. കോമ, ഓബ് കണക്ടർ യൂസ് ചെയ്തു, ആ സെന്റൻസിലെ വെർബ് ആ മെന്റയിലേക്ക് പോയി, ഈ ഓബിന് ശേഷം സബ്ജക്റ്റ്. möchte wissen, ob du jemanden liebst. നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ അവന് താല്പര്യമുണ്ട്. möchte wissen, അതാണ് അവിടുത്തെ ഹൗപ്സാറ്റ്സ്. കോമ, ഓബ് കണക്ടർ യൂസ് ചെയ്തു, സബ്ജക്റ്റ്, ആ സെന്റൻസിലെ വെർബ് ആ മെന്റെ. അതാണ് ഓബ് കണക്ടർ. നിങ്ങൾ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഡാമിറ്റ് കണക്ടറിന്റെ മീനിങ് വിത്ത് ദാറ്റ്, അതും കൊണ്ട്. ഓക്കെ, ദാറുമും ഡാമിറ്റും തമ്മിൽ തിരിഞ്ഞു പോരുത്. ദാറുമിന്റെ മീനിങ് അതുകൊണ്ട് എന്നാണ്, അതുകൊണ്ട്. എന്നാൽ ഡാമിറ്റിന്റെ മീനിങ് അതും കൊണ്ടെന്നാണ്. ദാറു മീൻസ് അതുകൊണ്ട്, ഡാമിറ്റ് മീൻസ് അതും കൊണ്ട്. അതും കൊണ്ട് എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അതും കൊണ്ട് ഞാൻ പബ്ജി കളിച്ചിരുന്നു. സ്ട്രക്ചർ നോക്കാം. ഹൗപ്സാറ്റ്സ്, കോമ, ഡാമിറ്റ്, സബ്ജക്റ്റ്, ആ മെന്റേല്, വെർബ്. ഹൗപ്സാറ്റ്സ്, കോമ, ഡാമിറ്റ്, സബ്ജക്റ്റ്, ആ മെന്റേല്, വെർബ്. ബൈസ്പിൽ നോക്കാം. Ich lerne Deutsch, damit ich eine gute Arbeit finde. ഞാൻ ജർമ്മൻ പഠിക്കുന്നു, അതും കൊണ്ട് എനിക്ക് നല്ല ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നോക്കാം, നമ്മൾ ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, ഡാമിറ്റ് കണക്ടർ യൂസ് ചെയ്തു, സബ്ജക്റ്റ് എഴുതി, ആ സെന്റൻസിലെ വെർബ് am Ende എഴുതി. Wir haben ein Auto, damit wir nach Frankfurt fahren. We have a car, with that we travel to Frankfurt. നമുക്കൊരു കാർ ഉണ്ട്, അതും കൊണ്ട് നമ്മൾ ഫ്രാങ്ക്ഫൂർട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ നോക്കാം, ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, ഡാമിറ്റ് കണക്ടർ യൂസ് ചെയ്തു, ആ സെന്റൻസിലെ വെർബ് ആ മെന്റയിലേക്ക് പോയി. Mein Bruder hat einen Computer, damit er PUBG spielt. എന്റെ സഹോദരന് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതും കൊണ്ട് അവൻ പബ്ജി കളിക്കുന്നു. ഇവിടെ mein Bruder hat einen Computer, അതാണ് ഇവിടുത്തെ ഹൗപ്സാറ്റ്സ്. കോമ യൂസ് ചെയ്തു,
അടുത്ത സെന്റൻസ് ഡാമിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ഡാമിനോട് ചേർന്ന് സബ്ജക്റ്റ് കിടപ്പുണ്ട്, ആ സെന്റൻസിലെ വേർബ് ആം എൻഡിലേക്ക് പോയി. അപ്പം ഡാമിറ്റിന്റെ മീനിങ് എന്താണ്? വിത്ത് ദാറ്റ്, അതും കൊണ്ട്. ഡാമിറ്റും ദാറുമും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ലാസ്റ്റത്തെ കണക്ടർ, ഏറ്റവും ലാസ്റ്റത്തെ കണക്ടറാണ് ഒംസു. ഒംസു കണക്ടറിന്റെ മീനിങ് ഇൻ ഓർഡർ ടു. സ്ട്രക്ചർ നോക്കാം. ഹൗപ്സാറ്റ് പ്ലസ് കോമ പ്ലസ് പ്ലസ് സബ്ജക്റ്റ് ബ്ലാ 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 പ്ലസ് സു പ്ലസ് verb am ente in infinitive form. ഫസ്റ്റ് നമ്മളൊരു ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇടുക, കോമയ്ക്ക് ശേഷം കണക്ടർ യൂസ് ചെയ്യുക, ഉമ്മിന് ശേഷം സബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ വരും. അത് കഴിഞ്ഞിട്ട് ആ സെന്റൻസിലെ വേർബ് ആം എൻഡേല് ഇൻഫിനിറ്റീവ് ഫോമിൽ സൂവിന് ശേഷം കിടക്കണം. സ്ട്രക്ചർ നോക്കി പഠിക്കുക, ക്ലിയർ ആവും. കോമ ഇട്ടു, ഉമ്മിനോട് ശേഷം സബ്ജക്റ്റ് വന്നു, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ വന്നു. അത് കഴിഞ്ഞിട്ട് ആം എൻഡേല് വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതി അതിന് തൊട്ട് മുമ്പായിട്ട് സൂവിന്റെ സു എന്ന് പറയുന്ന പോർഷൻ ആഡ് ചെയ്തു. എക്സാമ്പിൾ നോക്കാം. Er kommt aus Dortmund, um Fußball zu spielen. He comes from Dortmund in order to play football. അവൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഡോട്ട്മുണ്ടിൽ നിന്ന് വരുന്നു. നോക്കാം, അവിടെ നമ്മൾ ഹൗപ്സാറ്റ്സ് എഴുതി, കോമ ഇട്ടു, കണക്ടർ യൂസ് ചെയ്തു, ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇട്ടു, ആം എൻഡേല് സോ പ്ലസ് ഇൻഫിനിറ്റീവ് ഫോം ഓഫ് എ വെർബ് യൂസ് ചെയ്തു. Ich schreibe mehr Briefe, um meine Sprachkenntnisse zu verbessern. I write more letters in order to improve my language knowledge, അല്ലെങ്കിൽ knowledge in the language. ഇവിടെ ich schreibe mehr Briefe എന്ന് പറയുന്ന ഹൗപ്സാറ്റ്സ് ആണ്. കോമ ഇട്ടോ, എന്ന് പറയുന്നത് നമ്മുടെ കണക്ടർ യൂസ് ചെയ്തു, അതിനുള്ള സബ്ജക്റ്റ് meine Sprachkenntnisse ആഡ് ചെയ്തു, സെന്റൻസിന്റെ ആം എൻഡില് so verbessern, so plus infinitive form of the verb add ചെയ്തു. Ich habe eine Arbeit, um meine Mutter zu helfen. എൻ്റെ അമ്മയെ സഹായിക്കുവാൻ വേണ്ടി എനിക്കൊരു arbeit ഉണ്ട്, എനിക്കൊരു ജോലി ഉണ്ട്. I have worked in order to help my mother. Ich habe eine Arbeit എന്ന് പറയുന്നതാണ് അവിടുത്തെ ഹൗപ്സാറ്റ്സ്. കോമ ഇട്ടു, കണക്ടർ ഇട്ടു, അതിനുശേഷം സബ്ജക്റ്റ് meine Mutter യൂസ് ചെയ്തു, ആം എൻഡില് zu helfen, so plus infinitive form of the verb യൂസ് ചെയ്തു. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഏകദേശം 10 A2ന്റെ കണക്ടേഴ്സ് നമ്മൾ പഠിച്ചു. 10 കണക്ടേഴ്സും വെച്ചിട്ട് എക്സാമ്പിൾ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് ക്ലിയർ ആവാൻ പോകുന്നുള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്, നന്നായിട്ട് പഠിക്കാം. ഓരോ കണക്ടേഴ്സും വെച്ചിട്ട് മിനിമം ഒരു 5 സെന്റൻസുകൾ വീതം എങ്കിലും ബിൽഡ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഇനി നിങ്ങൾക്കുള്ള അടുത്ത വർക്ക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലൈൻസ്. നെറ്റ്വർക്കിന്റെ ഞാൻ തന്നിരിക്കുന്ന നോട്ടിലെ ക്യാപിറ്റൽ ലൈൻസ് വൊക്കാബുലറി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. vielen Dank.